ഹായ്, MRCT വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മൊഹസിൻ റിസ. ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ, ലാപ്ടോപ്പിൽ എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. പ്രധാനമായും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് 3 രീതികളാണ്. ഒന്ന്, നമ്മുടെ കമ്പ്യൂട്ടറിൽ മലയാളം കീബോർഡ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വേർഡിലോ നോട്ട് പാഡിലോ എങ്ങനെ ടൈപ്പ് സെറ്റ് ചെയ്യാം. 2, ഓൺലൈനിൽ മംഗ്ലീഷിൽ, അതായത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് മലയാളം എങ്ങനെ ടൈപ്പ് ചെയ്യാം. 3, നെറ്റ് ഇല്ലാതെ, അതായത് ഓഫ്ലൈനിൽ നമുക്ക് മംഗ്ലീഷിൽ എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാം. നമ്മൾ ഓഫീസിലോ സ്വന്തമായ ആവശ്യത്തിനോ മറ്റോ ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതി വെക്കാനും, അല്ലെങ്കിൽ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നല്ലൊരു ഡോക്യുമെന്റ് തന്നെ, മലയാളത്തിലുള്ള ഡോക്യുമെന്റ് തന്നെ പ്രിപ്പയർ ചെയ്യാനും നമ്മളെ സഹായിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹെൽത്തി പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ്. അവരുടെ പ്രത്യേകത, നമ്മുടെ ഫ്രഷ് വാട്ടർ പൈപ്പ് ലൈൻ, അതായത് വീട്ടിലും ഓഫീസുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ടാങ്കിൽ നിന്ന് വരുന്ന വഴി, പ്രത്യേകിച്ചും ആ പൈപ്പ് ലൈനിന്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യുന്ന പുതിയൊരു ജർമ്മൻ ടെക്നോളജി. നമ്മുടെ വീടോ ഓഫീസൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകാം. പൂപ്പൽ, പായൽ, തുരുമ്പ് എല്ലാം പിടിച്ച് ചിലപ്പോഴെല്ലാം ബ്ലോക്ക് കാരണം കുത്തിപ്പൊളിക്കണം എന്നെല്ലാം പറയുന്ന അവസ്ഥ ഉണ്ടാവാം. ഇവരുടെ ഈ ടെക്നോളജി പ്രകാരം കുത്തിപ്പൊളിക്കാതെ വളരെ ഫ്രഷ് വാട്ടർ, അതിൻ്റെ അകത്ത് പൂർണ്ണമായും പുതിയതുപോലെ ക്ലീനായി വരുന്ന ഒരു പുതിയ ടെക്നോളജിയാണ്. കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ, ഫേസ്ബുക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവരുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ മെയിൻ വീഡിയോയിലേക്ക്. മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3 രീതിയാണ് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തേതായിട്ട് കമ്പ്യൂട്ടറിൽ മലയാളം കീബോർഡ് ആഡ് ചെയ്യുക. അത് നമ്മളെ സ്ക്രീനിൽ ഇടതുഭാഗത്ത് താഴെയായിട്ട് സ്റ്റാർട്ട് മെനുവിൽ പോവുക. അവിടെ റീജിയൻ ആൻഡ് ലാംഗ്വേജസ് എന്ന് കാണാം. അതായത് അതിൻ്റെ സ്പെല്ലിങ് കൃത്യമായി പറഞ്ഞാൽ റീജിയൻ ആൻഡ് ലാംഗ്വേജസ്. ഇത് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യാം. നമുക്ക് നോക്കാം. അത്രയും ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റീജിയൻ ആൻഡ് ലാംഗ്വേജസ്. നമ്മളതിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു മെനു ആണ് ആദ്യമായിട്ട് നമുക്ക് കിട്ടുക. അവിടെ 3ാമത്തെ ടാബിൽ, അതായത് ഈ ഭാഗത്ത് കീബോർഡ്സ് ആൻഡ് ലാംഗ്വേജസ്, ഈ ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചേഞ്ച് കീബോർഡ്സ് എന്ന് കിട്ടും. നമ്മൾ വീണ്ടും അവിടെ തന്നെ ചേഞ്ച് കീബോർഡ്സ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ്, അറബി കീബോർഡുകളുണ്ട്, ഓൾറെഡി എൻ്റെ കമ്പ്യൂട്ടറിലുണ്ട്. ഇനി നമുക്ക് മലയാളം കൂടെ ഇതിൽ ആഡ് ചെയ്യണം. അതിന് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് ഈ ആഡ് ബട്ടൺ കണ്ടല്ലോ. ഈ ആഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ രൂപത്തിലുള്ള മെനു വരും. ഇത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ മലയാളം ഇനി ഷോർട്ടായിട്ട് നമുക്കൊരു അടിച്ചു കഴിഞ്ഞാൽ മലയാളം സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് വരും. അങ്ങനെ കണ്ടോ, ഇവിടെ ഈ പ്ലസ് പോയിന്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഈ പ്ലസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, വീണ്ടും ഇതുപോലെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. അതിലിങ്ങനെ ഈ മലയാളം എന്ന ഭാഗത്ത് മാത്രം നമ്മൾ ടിക്ക് ചെയ്യുക. ഇങ്ങനെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കീബോർഡ് ആഡ് ചെയ്യാൻ വേണ്ടുന്ന കാര്യമല്ല എങ്കിൽ കൂടി നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ടൈപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ടു, ഇംഗ്ലീഷ് ഉണ്ട്, അറബി ഉണ്ട്, മലയാളം ഉണ്ട്. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലാംഗ്വേജ് മാറ്റണമെന്നുണ്ടെങ്കിൽ എളുപ്പമാവുന്ന രൂപത്തിലൊരു കീ ഇപ്പോഴേ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് നമുക്ക് ഇവിടെ പോവാം, അഡ്വാൻസ്ഡ് കീ സെറ്റിംഗ്സ് എന്ന ഭാഗത്ത് പോവാം. ഇത് ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ബിറ്റ്വീൻ ഇൻപുട്ട് ലാംഗ്വേജസ് എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ശേഷം വീണ്ടും ചേഞ്ച് സീക്വൻസ് എന്ന ഭാഗത്ത് പ്രസ് ചെയ്യാം. ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ രൂപത്തിലാണ് വരിക. ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ കണ്ടല്ലേ, അങ്ങനെ
നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, നമുക്ക് സെലക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഒന്നെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ആൾട്ട് പ്ലസ് ഷിഫ്റ്റ്. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് കൺട്രോൾ ഷിഫ്റ്റ് ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെയും നമ്മൾ അപ്ലൈ കൊടുത്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ തിരിച്ച് മെനുവിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് എല്ലാത്തിലും ഓക്കെ കൊടുത്ത് പോവുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മൾ കമ്പ്യൂട്ടറിൽ റൈറ്റ് സൈഡിൽ വലത് ഭാഗത്ത് താഴെയായിട്ട് ഇവിടെ ഈ ലാംഗ്വേജസ് കാണാം, EN. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ മലയാളം എന്ന് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ വേർഡ് ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോർമലി ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ നമ്മൾ ഹലോ ഇംഗ്ലീഷാണ് വരുന്നത് അല്ലേ. ഹലോ, ഹൗ ആർ യു. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷാണ് ആദ്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പറഞ്ഞതുപോലെ താഴെ ENG എന്ന ഭാഗത്ത്, ENGൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മലയാളം സെലക്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ല, അവിടെ ഓൾറെഡി സെലക്ട് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇനി അറബി വേണമെങ്കിൽ അറബി ചെയ്യാം. ഇനി അഥവാ വേറെ ഏതെങ്കിലും ഭാഷയാണ് നമ്മൾ ഐഡ് ചെയ്തതെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മലയാളം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ മലയാളം ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും നമ്മളിവിടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, സുഖമാണോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്രത്യേകം കാര്യം എനിക്കൊന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്, അപ്പോൾ ഞാൻ സുഖമാണോ എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തു. കാരണം എനിക്ക് അതിൻ്റെ കീബോർഡ് അറിയാവുന്നത് കൊണ്ടാണ്. ഈ രൂപത്തിൽ നിങ്ങൾക്ക് കീബോർഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ വീഡിയോയിൽ താഴെ ലിങ്ക് വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് മലയാളം എല്ലാ അക്ഷരങ്ങളും ഏത് രൂപത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ അതിൽ ഒരു ചാർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിൽ വളരെ വിശദമായിട്ട് തന്നെ എല്ലാ അക്ഷരങ്ങളും ഈ ഇങ്ങനെ തുടങ്ങി സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് പറയുന്നത് എന്നെല്ലാം വളരെ വിശദമായിട്ട് തന്നെ ആ ചാർട്ടിലുണ്ട്. ഇനി ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടും കാര്യക്ഷമമായിട്ടും നിങ്ങൾക്ക് മലയാളം കീബോർഡ് പഠിക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. മുകളിൽ ഐ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് പോയിട്ട് വളരെ പ്രൊഫഷണലായിട്ട് തന്നെ നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യുന്ന രീതി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമതായിട്ട് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്, അപ്പോൾ പറഞ്ഞല്ലോ നമുക്ക് പിന്നെ നോർമലായിട്ട് ഒരു സാധാരണഗതിയിൽ ഒരു ഓഫീസിൽ ചെറുമട്ടത്തിലുള്ള എല്ലാ രീതിയിലും ഈ രൂപത്തിൽ ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് നമുക്ക് ഓൺലൈനായി ഗൂഗിൾ ഇൻപുട്ട് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മംഗ്ലീഷിൽ എങ്ങനെ ടൈപ്പ് ചെയ്യാം. ഓൺലൈനായിട്ടാണ് കേട്ടോ, അതിന് നെറ്റ് കണക്ഷൻ എപ്പോഴും അതിനാവശ്യമാണ്. അതിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ബ്രൗസർ ഏതാണോ അതാദ്യം നമ്മൾ ഓപ്പൺ ചെയ്യുക. നമ്മൾ ബ്രൗസർ ഏതാണെങ്കിലും അവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും, ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് കിട്ടുന്ന അടുത്ത ഒരു സ്ക്രീൻ ഇതുപോലെ ആയിരിക്കും. അതിൽ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് എന്ന് നിങ്ങൾക്ക് കാണാം. ഇതിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു പേജിലേക്ക് നിങ്ങൾ പോകുന്നത് ഇതുപോലുള്ള രൂപത്തിലായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ട്രൈറ്റ് എന്ന് കാണാം. അപ്പോൾ ഇതുപോലെ ഒന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പ്രസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യാം. എവിടെ നിങ്ങൾ പ്രസ് ചെയ്താലും ഒരേ രീതിയിലാണ് അതിൻ്റെ എഫക്റ്റ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നത് ഇതുപോലുള്ള രൂപത്തിലായിരിക്കും. ഇവിടെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ഏത് ഭാഷയിലാണ് ഗൂഗിൾ ഇൻപുട്ട് ടൂൾസിൽ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് എന്ന്. ഇവിടെ നമ്മൾ ഏതായാലും മലയാളമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഏരോ മാർക്ക് ഉണ്ടല്ലോ, ഈ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഭാഷകൾ ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ മലയാളം ആയതുകൊണ്ട് എമ്മിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നമ്മൾ മലയാളം എന്ന് കാണാം.
നമുക്ക് മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സുഖമായി ടൈപ്പ് ചെയ്യാം. ഉദാഹരണത്തിന് മംഗ്ലീഷിലാണ് കേട്ടോ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഹലോ 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 അടിച്ചു കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചോ, ഇവിടെ താഴെ നമുക്ക് ഹലോ, ഹല്ലേ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വന്നു. ഹലോ, അപ്പോൾ നമുക്ക് ഞാനിവിടെ സെലക്ട് ചെയ്തു. അടുത്തത് സുഖമാണോ, സുഖമാണോ, കണ്ടോ, ഞാനത് സെലക്ട് ചെയ്തു. നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സുഖമായിട്ട് മലയാളം അവിടെ വരും. വേറൊരു ഓപ്ഷനും കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ മറ്റോ നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാനും ചൂസ് ചെയ്യാനെല്ലാം നമുക്ക് എളുപ്പമാണ്. ഓക്കെ, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് മൗസ് കൊണ്ട് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് നമുക്ക് വേണ്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട്, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും എന്താ പറയുക വേർഡ് പേഡോ നോട്ട് പേഡോ ഉപയോഗിക്കുന്ന ഭാഗത്ത് കൊണ്ടുപോയി നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഓൺലൈനായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓഫ്ലൈനായിട്ട് അതായത് നെറ്റിൻ്റെ കണക്ഷൻ ഇല്ലാതെ തന്നെ ഗൂഗിൾ ഇൻപുട്ട് ടൂൾ ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ എങ്ങനെ ടൈപ്പ് ചെയ്യാം. അതിന് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം സൈറ്റിൽ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണുക. അതിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എക്സ്ട്രാക്റ്റ് ചെയ്യുക. ഇതുപോലെ എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന 2 ഫയലുകളും നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തു, കണ്ടോ, ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തു. അടുത്ത ഫയൽ നമ്മൾ റൺ ആസ് അഡ്മിനിസ്ട്രേഷൻ ഉപയോഗിച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, ഫിനിഷ് ചെയ്തു. നമ്മൾ ഈ വലത് ഭാഗത്ത് താഴെ നമ്മുടെ ലാംഗ്വേജസ് കാണുന്ന ഭാഗത്ത് നമ്മൾ മലയാളം ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നോട്ട് പാഡൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഒന്ന് ഹലോ ഹലോ കേട്ടോ, നെറ്റ് കണക്ഷൻ ഇല്ലാതെ തന്നെ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ സുഖമാണോ, സുഖമാണോ. പക്ഷെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കാനുള്ളത്, ഈ രൂപത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴെല്ലാം ഇംഗ്ലീഷിലാണെങ്കിലും വളരെയധികം മലയാള ശബ്ദത്തിനോട് സാമ്യമായ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നാൽ കുറേയൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് വളരെ സുഖമായിട്ട് നമ്മുടെ ഓഫീസിലെയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആവശ്യം വരുന്ന വിഷയങ്ങൾക്കെല്ലാം ഒരു DTP സെൻറ്ററിനെ സമീപിക്കാതെ തന്നെ നമുക്ക് കുറേയൊക്കെ ഡിസൈൻ ചെയ്ത് ടൈപ്പ് സെറ്റ് ചെയ്ത് നമുക്ക് പ്രിൻ്റ് ഔട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ വാച്ച് ചെയ്തല്ല, ഇതുപോലെ ഇതിലും ഭംഗിയായിട്ട് നമ്മളൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കീബോർഡ് ലേഔട്ട് ചാർട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക്, അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഒന്നെങ്കിൽ പ്രിന്റ് എടുത്ത് വെക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തന്നെ എപ്പോഴും അത് കാണാവുന്ന രീതിയിൽ പ്രിവ്യൂ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ സുന്ദരമായി ടൈപ്പ് ചെയ്യാൻ പറ്റും. വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട്, 3-4 ദിവസങ്ങൾ കൊണ്ട് തന്നെ സുന്ദരമായിട്ട് നിങ്ങൾക്ക് മലയാളം കീബോർഡ്സ് നിങ്ങൾക്ക് വഴക്കത്തിൽ വരും. അതുകൊണ്ട് ശ്രമിച്ചു നോക്കുക. അറിവുകൾ പ്രയോഗത്തിൽ വരുത്താനും പകർന്നു നൽകാനുമുള്ളതാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.